ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിച്ചടി തുടരുകയാണ്. ഇതിനിടയിലാണ് ഇറാൻ US സമാധാന കരാർ തകർക്കാൻ ഇസ്രായേൽ ബോധപൂർവം ഇടപെട്ടതായി US വൈസ് പ്രസിഡന്റ് വെളിപ്പെടുത്തിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ശരിക്കും ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇസ്രായേലിന് വേണ്ടിയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ചിത്രത്തിൽ ഇസ്രായേലിനെ കാണാനുമില്ല. നെതന്യാഹു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്കൂട്ടായോ അതോ മറ്റെന്തെങ്കിലും പദ്ധതി കാണുമോ? അത് നല്ലൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങ് സ്കൂട്ടായതാണോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. അല്ല, കേൾക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ വാക്കുകളിലാണ്. തങ്ങളെ ഈ കുഴിയിൽ ചാടിച്ചത് ഇസ്രായേലാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നാക്കിന് എല്ലില്ല, എന്തും വിളിച്ചു പറയും, എന്ത് അബദ്ധവും എഴുന്നള്ളിക്കും. പക്ഷേ JD വാൻസ് അങ്ങനെയല്ല. പൊതുവെ അളന്ന് കുറിച്ച വാക്കുകളിലൂടെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മുൻപൊരു ട്രംപ് വിരുദ്ധനായിരുന്നുവെങ്കിലും ഇപ്പോൾ ട്രംപിൻ്റെ റണ്ണിംഗ് മെറ്റായി വന്ന് വൈസ് പ്രസിഡൻ്റായി. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ട്രംപ് വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്താൽ അടുത്ത പ്രസിഡൻ്റായി നിയമിതനാകുന്നത് JD വാൻസ് ആണ് എന്ന് ഓർക്കണം. അപ്പം അത്രയ്ക്ക് ശക്തമായ ഒരു ഓഫീസാണ് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റേത്. അതുമാത്രമല്ല, ഈ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ആത്യന്തികമായി ട്രംപ് നിയോഗിച്ചതും JD വാൻസ് ആണ്. അപ്പം ഈ ഒരു സംഘത്തിൻ്റെ നെഗോഷിയേറ്റിംഗ് ടീമിൻ്റെ തലപ്പത്ത് JD വാൻസ് ആയിരുന്നു അവസാന റൗണ്ടിൽ. അതാണ് പരാജയപ്പെട്ടതും പിന്നീട് യുദ്ധം തുടർന്നതും ഒക്കെ നമ്മുടെ സമീപകാല ചരിത്രമാണല്ലോ. അപ്പോൾ ഈ സ്റ്റീവ് വിറ്റ്കോഫും ജാറഡ് കുഷ്ണറും ഒക്കെ തന്നെ ട്രംപിൻ്റെ വിശ്വസ്തരാണ് എങ്കിൽ പോലും അവരുടെയും തലപ്പത്ത് യഥാർത്ഥത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥിരബുദ്ധിയാണ് കാര്യങ്ങൾ ഒട്ടൊക്കെ അനുകൂലമാക്കിയതും. 14-ന് കരട് ധാരണ, അത് ജൂൺ മാസം 17-ാം തീയതി എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ യഥാർത്ഥത്തിൽ JD വാൻസിൻ്റെ കൂടി ശ്രമഫലമായി ഉണ്ടായതാണ്. അതേ JD വാൻസ് ഇപ്പോൾ പറയുന്നു, തന്നെ തിരഞ്ഞുപിടിച്ച് ഈ ധാരണ ഉണ്ടാക്കിയെന്ന ഒറ്റ കാരണത്താൽ എങ്ങനെയെങ്കിലും ആ ധാരണ പൊളിച്ചടുക്കാനായി ഇസ്രായേൽ അക്ഷീണമായി പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ഒരു റിപ്പബ്ലിക്കൻ നേതാവിനെ പണം കൊടുത്ത് സ്വാധീനിച്ച് കൈവശപ്പെടുത്തി അദ്ദേഹത്തിലൂടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും അല്ലാത്തതുമായ ആളുകളുടെ മനസ്സിനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഈ കരാറിനെ അട്ടിമറിക്കുന്ന ഒരു തിരക്കിലാണ് ഇസ്രായേൽ. ഇൻഡയറക്റ്റ്ലിയാണ്. നമുക്കറിയാമല്ലോ, അമേരിക്കയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കൽ പ്രക്രിയയെ ലോബിയിങ്ങിലൂടെയാണ് നിയന്ത്രിക്കുന്നത്. കാരണം പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളിലാണ് ബില്ലുകൾ പാസ്സാകുന്നത്. പക്ഷേ ആ ബില്ലുകളിൽ ആരൊക്കെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നത് പൂർണ്ണമായി ഇന്ത്യയിലെ പോലെ പാർട്ടി ലൈനിൽ നിന്നുകൊണ്ടല്ല. ചിലപ്പോൾ റിപ്പബ്ലിക്കന്മാർ കൊണ്ടുവരുന്ന ഒരു പ്രമേയം ഡെമോക്രാറ്റ്സിൻ്റെ ചിലരൊക്കെ ചേർന്ന് അവരെ സഹായിച്ചേക്കാം. പ്രത്യേകിച്ച് സെനറ്റർമാരെ ലോബി ചെയ്താൽ സെനറ്റിൽ നിഷ്പക്ഷമായി ചിലർക്കൊക്കെ തീരുമാനമെടുക്കാം ചില സമയങ്ങളിൽ. ഇപ്പം അങ്ങനെയൊക്കെ തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ ട്രംപിന് ഗുണകരമാകാത്ത രീതിയിൽ സെനറ്റിലെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെയും പ്രമേയങ്ങൾ വന്നത്. വാർ പവേഴ്സ് ആക്റ്റിൽ ട്രംപിന് കൈപുള്ളി, വേണ്ട പിന്തുണ ലഭിച്ചില്ല സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും. അവിടെ ഭൂരിപക്ഷം അംഗങ്ങളും ട്രംപിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അതായത് ട്രംപിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്ന് അമേരിക്കൻ പാർലമെൻറ്റ് 2 മണ്ഡലങ്ങളും പറഞ്ഞു വെച്ചു. അതുപോലെ കൂടുതൽ തുക യുദ്ധത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ട്രംപിനോട് സാധ്യമല്ല എന്ന് 50 സെനറ്റേഴ്സ് പറഞ്ഞു. 46 പേര് മാത്രമാണ് ട്രംപിനോടൊപ്പം കൈബുക്ക് ചെയ്തത്. അപ്പോൾ അതിനർത്ഥം ചില ലോബിയിങ്ങുകൾ അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം ഇച്ഛാശക്തി അനുസരിച്ച് സെനറ്റർമാർ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇവിടെ ഇസ്രായേൽ കൊടുത്ത ഒരു നറേറ്റീവ് ലോബിയിങ്ങിലൂടെ, അത് പണം കൊടുത്താകാം ലോബിയിങ്, സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്താകാം, അവരടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിശ്ചിത തുക അല്ലെങ്കിൽ അവരുടെ പ്രചരണം നയിച്ചുകൊള്ളാമെന്നാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചില പ്രയോജനങ്ങൾ നൽകിക്കൊണ്ടാകാം. പല രീതിയിലാണ് ലോബിയിങ്, ഓഫറുകളാണ്. ഈ ഓഫറുകൾ കൊടുക്കാൻ വളരെ മിടുക്കരാണ് ഇസ്രായേൽ. ചെറിയ രാജ്യമായ ഇസ്രായേൽ 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ജൂതന്മാർ തന്നെ ഇസ്രായേലിലുള്ളത് 70 ലക്ഷം പേര് മാത്രമാണ്. അത്രയും തന്നെ ജൂതന്മാർ അമേരിക്കയിലുമുണ്ട്. ഈ അമേരിക്കയിലുള്ള ജൂതന്മാരുടെ സഹായത്തിലാണ് ഇസ്രായേലിലുള്ള ജൂതരാഷ്ട്രത്തിലെ ജൂതന്മാർ നിലനിൽക്കുന്നത് എന്നുകൂടി ഓർക്കണം. നേരിട്ടുള്ള സാമ്പത്തിക സഹായമല്ല എന്നുകൂടി ഓർക്കണം. അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ
ചലിപ്പിക്കുന്നത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ജൂത ലോബിയുടെ പ്രവർത്തനങ്ങളാണ്. ഈ ജൂത ലോബിയൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതുമാത്രമല്ല, ജൂത ലോബി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് അനുകൂലികളുടെ ഇടയിൽ കടന്നു കയറി വ്യാപകമായ പണവിതരണം നടത്തി, പല സ്വാധീനങ്ങളും പല ഓഫറുകളും നൽകി അവരെ ഇസ്രയേലിന് അനുകൂലമായ രീതിയിൽ അവരുടെ മനസ്സുകളെ കൊണ്ടെത്തിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുക? വ്യാപകമായ പ്രചരണം നടന്നു. അമേരിക്കയ്ക്കുള്ളിൽ വ്യാപകമായ പ്രചരണം നടന്നു. എന്താണ്? അമേരിക്ക ഇറാൻ്റെ മുന്നിൽ മുട്ടുമടക്കി. ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ മുൻപിൻ നോക്കാതെ അമേരിക്ക ചാടിക്കേറി അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തു. ഇറാന് ഭീമമായ ഒരു തുക നഷ്ടപരിഹാരം നമ്മൾ നൽകേണ്ടി വരും. ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട അസറ്റുകൾ റിലീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇറാൻ അനുകൂലമായ രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഡീൽ ഒരിക്കലും ഈ രീതിയിൽ മുന്നോട്ട് പോകരുത്. അതിശക്തമായ പ്രഷേഴ്സ് അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങളിലൂടെയുള്ള സംസാരത്തിൽ, ചില സ്പീച്ചുകളിൽ, ചില യൂട്യൂബ് വീഡിയോസ് എന്നു വേണ്ട ഏതെല്ലാം രീതിയിൽ ജനമനസ്സുകളെ സ്വാധീനിക്കാമോ ആ രീതിയിലെല്ലാം സ്വാധീനിക്കാനൊരു ശ്രമം നടന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ JD വാൻസ്. അപ്പോൾ അതിന് വിശ്വാസ്യതയില്ലെന്ന് പറയാനാവില്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് അതേക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനും ഇതറിയാം. പക്ഷേ ഇസ്രയേലിനെ കൈവിടാനും ആവില്ല. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. അപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ, എന്തുകൊണ്ട് JD വാൻസ് ഈ ഘട്ടത്തിൽ ഈ തുറന്നു പറച്ചിലുകൾ നടത്തി? ഇതാണ് ചോദ്യം. ഇസ്രയേലിനുള്ള വാർണിംഗ് ആണ്. വി നോ വാട്ട് ഈസ് ഹാപ്പനിങ്. നിങ്ങൾ ക്ലാൻഡസ്റ്റൈനായി നടത്തുന്ന ഏത് കാര്യവും ഞങ്ങൾക്കറിയാനുള്ള സംവിധാനമുണ്ട്. വി ഹാവ് CIA, മൊസദിൻ്റെ പ്രവർത്തനം. മൊസദും CIA-യും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് പൊതുവേ. പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അതീതമായി അമേരിക്ക എന്ത് ചെയ്യണം എന്ന് വരെ അമേരിക്കൻ നേതാക്കളെ കൊണ്ട് ഇസ്രയേലിൻ്റെ ലോബിയിങ് തീരുമാനിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും എന്ന ഇസ്രയേലിനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് JD വാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. ഇനിയുള്ള ചോദ്യം, പൂർണ്ണമായി ഇസ്രയേലിനെ അമേരിക്ക കൈവിടുമോ? ഇല്ല, ഒരിക്കലും ഇസ്രയേലിനെ കൈവിടില്ല. അമേരിക്ക ഇസ്രയേലിനെ കൈവിട്ടാൽ ജൂതരാഷ്ട്രത്തിന് നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടാവും. അത് മറ്റ് പല വിഷയങ്ങളിലേക്കും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അബ്രഹാമിൻ്റെ പേരിലൊക്കെ കരാർ ഒപ്പിട്ടിരിക്കുന്നതും ഒക്കെ അമേരിക്കയുമായി ഒരു ധാരണയുള്ളത് കൊണ്ടാണ്. അമേരിക്കയോടൊപ്പം നിൽക്കുന്ന തങ്ങളും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഇസ്രായേലും തമ്മിൽ ഒരിക്കലും ഒരു പോരാട്ടം ഉണ്ടാവില്ല. ആ സംരക്ഷണം അമേരിക്കയോടൊപ്പമല്ല ഇസ്രായേൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്കുള്ള നിലപാട് എന്തായിരിക്കും? പിന്നെ ഈ പറയുന്ന പാലസ്തീൻ വിഷയം എങ്ങനെ മുന്നോട്ട് പോകും? ഇസ്രായേലിന് വലിയ, അതുമാത്രമല്ല ഹൂതികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഹൈപ്പർ ആക്റ്റീവ് ആവില്ലേ? ഇറാൻ തന്നെ ഇസ്രായേലിനെതിരെ കൂടുതൽ തിരിയില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഇസ്രയേലിന് ചിന്തിക്കാൻ പോലും ആവില്ല അമേരിക്കയുമായി ഒരു തർക്കമുണ്ടാകുന്നത്, അമേരിക്ക കൈവിടുന്നത് ചിന്തിക്കാൻ പോലും ആവില്ല. അതേപോലെ തന്നെ തിരിച്ചും അമേരിക്കയ്ക്കും ജൂത ലോബി മാത്രമല്ല, ജൂതന്മാർ അവരുടെ ഇക്കോണമി, ട്രേഡിൽ, കൊമേഴ്സിൽ, ബാങ്കിങ്, ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ധനകാര്യ സ്ഥാപനങ്ങൾ, അമേരിക്കയുടെ ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കറിംഗ് ഫേംസ് പലതും നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്. ഓർഡിനൻസ് ലോബി, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പല കമ്പനികളും നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ ഓഹരികളാണ്, അവർ കൊടുക്കുന്ന പണമാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ ജൂത താല്പര്യങ്ങൾ വിട്ട് അമേരിക്കയ്ക്ക് ആത്യന്തികമായി തീരുമാനമെടുക്കാനാവില്ല. പക്ഷേ ഒരു പരിധിവരെ അമേരിക്ക സമാധാനം ആഗ്രഹിച്ചാൽ, അതിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അരുത് എന്ന് പറയാൻ തങ്ങൾ തയ്യാറാകും എന്നതിൻ്റെ സൂചനയാണ് JD വാൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ചിന്തയാണ്, അതിന് സ്ഥിരീകരണമുള്ളതല്ല, ചിന്ത മാത്രമാണ്, അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപിന് പറയാനാവാത്തത് JD വാൻസിനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഏതും പറയാം. ഇനി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന് ലോകം അത്ര വിലയെ കൊടുക്കൂ. ഇത് ട്രംപ് ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എന്നാൽ പിന്നെ എൻ്റെ ഡെപ്യൂട്ടിയായ കുറച്ചുകൂടി സ്ഥിരബുദ്ധിയുള്ള, വാക്കിനുറപ്പുള്ള, കുറച്ചുകൂടി ഗൗരവമായി ലോകമെടുക്കുന്ന തൻ്റെ ജൂനിയറായ JD വാൻസിനെ കൊണ്ട് താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയിപ്പിച്ചു. ഇസ്രയേലിനെ കയറൂരി വിടാൻ ട്രംപിനും ആഗ്രഹമില്ല. ട്രംപ് ഇസ്രയേലിൻ്റെ കൺട്രോളിലാണെന്ന് പറയുന്നത് ട്രംപിൻ്റെ പ്രസ്റ്റീജിന് മാത്രം നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഒരു കൊട്ട് കൊടുക്കാൻ താൻ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. അതുകൊണ്ട് കുറച്ചുകൂടി സ്ഥൈര്യമുള്ള, സ്ഥിരബുദ്ധിയുള്ള JD വാൻസിനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന രീതിയിൽ അവലോകനം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ വിലയിരുത്തലുകൾ വേണ്ടി വരും. കാരണം യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരുപക്ഷെ അമേരിക്ക ഇസ്രയേൽ ബന്ധം തന്നെയാണ്. ഇസ്രയേലിൻ്റെ ആഗ്രഹപ്രകാരം അമേരിക്ക ഗൾഫ് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അമേരിക്ക ഒരു രീതിയിലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള രേഖപ്പെടുത്തലുകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടി അല്ല, തങ്ങളുടേതായ തീരുമാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് ലോകത്തോട് പറയുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ജെഡി വാൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ പ്രസ്താവനകൾ. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇസ്രായേൽ ഇനി എന്ത് ചെയ്യും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.